അതിനിടെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ വലിയ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഇതിനോടകം പല വിമർശനങ്ങളൊക്കെ കേട്ടതാണെങ്കിലും ഇന്നത്തെ ദിവസം നിർണായകമായ ദിവസമാണ്. ആ ദിവസത്തെ എത്രത്തോളം പ്രതീക്ഷാപൂർവ്വം നോക്കിക്കാണുന്നു ദുരന്തബാധിതർ, അതിജീവിതർ? ഹാഷ്മി, തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ്, ചരിത്രത്തിലേക്കുള്ള ചുവടുവെപ്പ്. കേരളം കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സമാനതകളില്ലാത്ത ഒരു ദുരന്തം. ആ ദുരന്തത്തിൻ്റെ അതിൻ്റെ പുനരധിവാസ നടപടികൾ 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അതിനുശേഷം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിൽക്കുന്നിടം എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റാണ്. ബൈപ്പാസിനടുത്തുള്ള എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിൽ ഇവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന, തറക്കല്ലിട്ട ശേഷം സംസാരിക്കുന്ന ആ വേദിയിലാണ് ഞാനുള്ളത്. 1200ഓളം പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടമടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ദുരന്തബാധിതർക്ക് പ്രത്യേകം സൗകര്യം ഉൾപ്പെടെ ഒരുക്കുന്ന തരത്തിലാണ് പോയിട്ടുള്ളത്. എന്തായാലും ഇവിടെ വിവിധ ക്ലസ്റ്ററുകളിലായി വീട് ഒരുങ്ങാനുള്ള നടപടിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ ഉള്ളത്. ഇവിടെ 64 ഹെക്ടർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിൽ ക്ലസ്റ്ററുകളായാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഇന്ന് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് ഈ വേദിയുടെ 100 മീറ്റർ മാത്രം അകലെ ആണ് ആ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. അതിൻ്റെ വീടുകൾ, അവിടെ നിർമ്മിക്കുന്ന വീടിൻ്റെ രൂപരേഖ അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ സംസാരിക്കുക. ഇവിടെ റവന്യൂ മന്ത്രി കെ രാജനാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. അതിനുശേഷം സംസാരിക്കുന്നത് മന്ത്രിമാരുണ്ട്. അതായത് മന്ത്രി OR കേളു, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, KB ഗണേഷ് കുമാർ, PA മുഹമ്മദ് റിയാസ്, ഒപ്പം MP പ്രിയങ്ക ഗാന്ധി, T സിദ്ദിഖ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമായി സംബന്ധിക്കുന്നുണ്ട്. ഇവിടെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഘട്ട ഒരുക്കത്തിലാണത്. ഇതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള അരുൺ ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? എത്ര സമയം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ, നിർമ്മാണം മൊത്തം പൂർത്തീകരിക്കാൻ കഴിയും? എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷകളൊക്കെ? വീടിനെ കുറിച്ചല്ലേ ചോദിച്ചത്? ഇതിന് ടൗൺഷിപ്പിനെ കുറിച്ച്. ടൗൺഷിപ്പിൻ്റെത് നമ്മൾ നവംബർ ഡിസംബറിലേക്കാണ് ബിൽഡിങ്ങുകൾ, അതായത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ നോക്കുന്നത്. അത് 31-നുള്ളിൽ ബാക്കിയുള്ള റോഡുകൾ, വഴിവിളക്കുകൾ, പിന്നെ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്, അംഗനവാടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും അടുത്ത ഒരു മാർച്ചിനുള്ളിൽ തീർക്കുക എന്നാണ് ടാർഗറ്റ്. പ്രൊവൈഡഡ് നമുക്ക് ലാൻഡ് കിട്ടണം. ലാൻഡ് ഇതുവരെയും ഇപ്പം ഇതൊരു സിംബോളിക് പൊസിഷനാണല്ലോ. നമുക്ക് വെർഡിക്റ്റ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുകയും പിന്നെ കാലാവസ്ഥ മോഡറേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. വലിയ രീതിയിലുള്ള നാശം വിതയ്ക്കുന്ന രീതിയിലുള്ള മഴ വരാതിരുന്നാൽ മാത്രം മതി, നമുക്ക് തീർക്കാൻ പറ്റും. ഇന്നത്തെ ഒരുക്കങ്ങൾ ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. 3 ദിവസമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ മാക്സിമൈസ് ചെയ്ത് നമ്മളിപ്പോൾ തീർക്കുന്നുണ്ട്. ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് നമ്മളുടെ സെറ്റിങ്സും ചെക്കിങ്ങും എല്ലാം കഴിയും. അപ്പോൾ ശുഭാപ്തി വിശ്വാസമാണ്, നല്ലപോലെ നടക്കും. എന്തായാലും ആ പ്രതീക്ഷ തന്നെയാണ് ദുരന്തബാധിതരും പങ്കുവയ്ക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലവിലുണ്ടായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. നടക്കാതെ നീണ്ടുപോകുന്നൊരവസ്ഥ. അത് പ്രത്യേകിച്ച് ഈ കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ ഭൂമികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു സാഹചര്യം നമുക്കറിയാം. എലക്ഷൻ എസ്റ്റേറ്റും നെടുമ്പാല എസ്റ്റേറ്റും കോടതിയിൽ പോകുന്ന സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുള്ള ആവശ്യം കേന്ദ്രത്തിന് മുമ്പാകെ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെടാതിരിക്കുന്നൊരവസ്ഥ കൂടിയുണ്ട്. പലപ്പോഴും അത് വലിയൊരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോയതാണ്. മാത്രമല്ല ഇനിയും ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയുന്നത് പടവെട്ടിക്കുന്നും അതോടൊപ്പം തന്നെ റാട്ടപ്പാടിയും അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്, അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള മനുഷ്യരെ കൂടി ഈ പ്രതിവാസത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് അവർ ഇന്നലെയും ഉന്നയിച്ചത്. ഇന്ന് രാവിലെ ഈ ദുരന്തം അറിയിച്ചവരിൽ ഒരാളായ, അതായത് പുറത്തേക്ക് അറിയിച്ചവരിൽ അവരുടെ ശബ്ദമായി മാറിയ നീതുവിൻ്റെ ഭർത്താവ് ജോജോ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത്, ഞങ്ങളെ പരിഗണിക്കുമ്പോൾ പോലും മറ്റുള്ളവർ കുറച്ചുപേർ പുറത്തു നിൽക്കുന്നുണ്ട്, അവരെ കൂടി പരിഗണിക്കാൻ തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഈ ടൗൺഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വീടുകൾ 402 കുടുംബങ്ങളെയാണ് ഇതുവരെ പരിഗണിച്ചിട്ടുള്ളത്. കൂടുതൽ കുടുംബങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇവിടെ ആരോഗ്യ കേന്ദ്രം, ഒപ്പം അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള
സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് വിപുലമായ രീതിയിൽ തന്നെ ഒരു ടൗൺഷിപ്പ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്കൂളുകളുടെ ആവശ്യമില്ല, ആശുപത്രികളുടെ ആവശ്യമില്ല, അതെല്ലാം തന്നെ ഇതിന് പുറത്ത് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇതെല്ലാം തന്നെ ലഭ്യമാണ്. എന്തായാലും ചൂരൽമലയെയും മുണ്ടക്കയെയും ഇവിടേക്ക് ഈ മണ്ണിലേക്ക് ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഉള്ളത്. ഈ കൽപ്പറ്റയിൽ നിന്നും ഇവിടേക്ക് ചൂരൽമലയിലേക്ക് അവരെ എല്ലാം ഇവിടേക്ക് മാറ്റി പാർപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. നിർണായകമായ ചുവടുവെപ്പ്. ഹാഷ്മി. എൽസ്റ്റൺ എസ്റ്റേറ്റിനെ പുനരധിവാസ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് തറക്കല്ലിടുകയാണ്. ആ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുകയുമാണ്.